ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. RJ ബാലാജി സംവിധാനം ചെയ്ത് സൂര്യ പ്രധാന വേഷത്തിലെത്തുന്ന പുതിയ തമിഴ് ചലച്ചിത്രമാണ് കറുപ്പ്. മെയ് 14-നാണ് ഗ്രാൻഡ് റിലീസ് വച്ചിരിക്കുന്നത്. അതിലെ കറുപ്പ കൂടവ എന്നൊരു സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. സായ അഭ്യങ്കറാണ് മ്യൂസിക്. സോ നമുക്ക് ആ സോങ് ഒന്ന് കണ്ടുവെക്കാം. വാ. ഡ്രീം വാരിയർ പിക്ചേഴ്സ്, SR പ്രകാശ് ബാബു, SR പ്രഭു പ്രൊഡ്യൂസ്. സാധ്യങ്ക സായ് സൂര്യ കറുപ്പ് RJ ബാലാജി. ഇത് നൈസ്. ഇത് ഫസ്റ്റ് ഇതായിട്ട് റിലീസ് ചെയ്യാൻ ഓൺലൈനിൽ ഫസ്റ്റ് സിംഗിൾ ആയിട്ട് ഇത് ആ തുടക്കത്തിൽ ആറുപടി അത് കേൾക്കുമ്പോൾ അതൊരു ഗുമ്മ് തോന്നുന്നുണ്ട്, ഒരു നല്ലൊരു മ്യൂസിക്. ആൻഡ് ഇതിൽ നിങ്ങൾ രാത്രാസനം കൂടെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആ പാട്ടിലും എല്ലാം ഒരു റെഡിഷ് ആണ്. ആൻഡ് നിങ്ങൾക്കറിയാം GK വിഷ്ണുവിടെ DOP ഒക്കെ വരും, സാധനങ്ങളൊക്കെ സിനിമാറ്റോഗ്രഫി കാര്യങ്ങളൊക്കെ വരുമ്പോൾ വേറെ ലെവലാണ്. ആൻഡ് ഇതിലും ആ പാട്ടിൽ ഇങ്ങനെ തന്നെയാണ് വരുന്നത്, ഒരു റെഡിഷ് തന്നെയാണ് വരുന്നത്, ചുവപ്പ്. പാട്ട് പാടുന്ന ആൾക്കാരും അതെ. എലവേഷൻ സോങ്. സായ് സായ് കൂടെ സായഭയങ്കർ മഹാലിംഗം പാട്ട് പാടിയത്, ലിറിസിസ്റ്റ് പാവിക്ക്. GK വിഷ്ണു വിഷ്വൽസ് അതൊരു സംഭവമാണ്, പുള്ളി അറിഞ്ഞ് ചെയ്യും. കലൈവാണനാണ് എഡിറ്റർ. ഇടയിൽ ഒരു BGM വരുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ഇത് തെറ്റ് പാട്ട് കേട്ടാ, ഒരു നാടൻ പാട്ട് വൈബ് പോലെ തോന്നുന്നുണ്ട്. ഈ പാട്ട് നേരത്തെ റിലീസ് ചെയ്യണമായിരുന്നു, സ്പീഡായിരിക്കും തോന്നുന്നു. ഓ ഇത് സത്യം ഈ പാട്ട് ഫസ്റ്റ് സിംഗിളായിട്ട് റിലീസ് ചെയ്യണമായിരുന്നു. ചില ലിറിക്സും കൊള്ളാം. ഒരു എനിക്ക് സത്യം പറഞ്ഞ ഒരു നാടൻ പാട്ട് ദേവിയുടെ നാടൻ പാട്ട്, അങ്ങനെ ഒരു ദേവപ്പാട്ട് അങ്ങനെ കേട്ട ഒരു ഫീലാണ് തോന്നുന്നത്. അങ്ങനെ അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഫുൾ റെഡിഷ് ആയിട്ട് ആ ഒരു കറുപ്പ് സാമി കുതിര അങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളും ആ ദൈവിക പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അത് പാട്ടും കൊള്ളാം, മ്യൂസിക്കും ആ ഇടയിൽ ചെറിയ അമ്മിങ്ങും കാര്യങ്ങളും. പിന്നെ പാട്ട് പാടുന്ന ആ മഹാബലിംഗം, അങ്ങനെ അതൊരു പുള്ളിയാണ് പാട്ട് പാടിയിരിക്കുന്നത്. അപ്പോൾ ആ പുള്ളി പാടുന്നു, നന്നായിട്ട് തന്നെ പാടുന്നു. എനിക്ക് ഇതുപോലെ ഈ കറുപ്പ് സോങ് ഇങ്ങനെയൊക്കെ പാടുന്ന ആൾക്കാരൊക്കെ എന്നാണ് തോന്നുന്നത്. അതുപോലെ ആ വോയിസ് എങ്ങനെ വരുന്നുണ്ട്, നന്നായിട്ട് തന്നെ വരുന്നുണ്ട്, പാട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ സൂര്യ ഇപ്പൊ കാണിച്ച ലുക്കും ഇങ്ങനെ വരട്ടെ പാട്ട്. ആ ബാക്ക്ഗ്രൗണ്ട് കൊള്ളാം കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. കറുപ്പ നെറുപ്പ ഇറങ്ങി വന്നാന്നേ. ഓ
മിക്സ് ടോപ്പി പോലെ രാജാവിന് കൊറിയോഗ്രാഫി ബാറുമയ്യ എന്റെ കൂടെ ബാറുമയ്യ Feast by Team RJ Balaji. In theaters 14th May 2026. കറുപ്പ കൂടവ ലിറിക് വീഡിയോ സോങ്ങാണ് നമ്മളിപ്പോൾ കണ്ടത്. വേറെ സോങ് സായ ഭയങ്കർ കത്തിച്ചിട്ടുണ്ട്. പയ്യനെ പറഞ്ഞതിനൊക്കെ പയ്യൻ തിരിച്ചു കേട്ടിട്ടുണ്ട്. അറ്റ് ലാസ്റ്റ് ഗൂസ് ബംസ് ആയാലും ലാസ്റ്റ് രാത്രാസം ഇങ്ങനെ വരുമ്പോൾ ഒരു കത്തിക്കൽ വരുന്നുണ്ട്. ആ ഒരു ഫീല് തോന്നുന്നു, ആ ഗൂസ് ബംസ് തോന്നുന്നുണ്ട് മൊത്തത്തിൽ. ഈ പാട്ട് ലിറിക്സ് വൈസ് ആയാലും മ്യൂസിക് വൈസ് ആയാലും ഇപ്പം ഇതിൽ ഈ ലിറിക് വീഡിയോയുടെ ആ വിഷ്വൽസ് വൈസ് ആയാലും സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട് പാട്ട്. കറുപ്പാക്കൂടെ വാന്നാണ് പാട്ട് പാടിയ ആർക്കായാലും എല്ലാവരും നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. ആൻഡ് സൂര്യ ഇതിൽ ഇവർ മെയിൻ ലിറിക് വീഡിയോ ആയിട്ടല്ല വരുന്നത്, ഇതൊരു എക്സ്റ്റെൻഡഡ് വേർഷൻ പോലെയാണ്. അതായത് ഓഡിയോ ലോഞ്ചിൻ്റെ പോർഷൻസ് ഒക്കെ മെയ്ഡ് ചെയ്ത് അതൊക്കെ റീകവറാക്കി ചേർത്ത് എല്ലാം കൂടെ ചേർത്തിണക്കി ഒരു ലിറിക് വീഡിയോ പോലെയാണ്. ബട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. തുടക്കം തൊട്ട് അവസാനം വരെ ആ ഒരു റെഡിഷ് ആ ചുവപ്പ് മയം അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ വർക്കൗട്ടും ആയിട്ടുണ്ട്. കറുപ്പ ലിറിക്സും റിലേറ്റബിൾ ആണ്, നമുക്ക് കേൾക്കുമ്പോഴും മനസ്സിലും ആവും കറുപ്പ കൂടെ വാ ഇറങ്ങി വാ എങ്ക കൂടെ വാ അങ്ങനെ. കാരണം അവർ ആ ഒരു സാമ്യം അവർ ദൈവത്തിനെ കുറിച്ച് സംസാരിക്കുന്ന പോലത്തെ ഒരു പാട്ടും കൂടെയാണ്. ആൻഡ് ഇതൊരു എലവേഷൻ സോങ്. എനിക്ക് തോന്നുന്നു ഫൈറ്റ് സീൻസിലും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേടി വരുന്ന സീൻസിലൊക്കെ ഇടാനും പറ്റിയ, ചിലപ്പോൾ ഇൻ്റർവെല്ലിനും വരെ ഇടാനും പറ്റിയ ഒരു സീൻസും കാര്യങ്ങളൊക്കെയാണ്. ഒരു നന്നായിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് ഇത് കറുപ്പാക്കൂടവ. ആൻഡ് സായി ആ ലാസ്റ്റ് രാത്രാസൻ സോങ്ങിൽ രാത്രാസൻ ആ ഒരു പോർഷൻ വരുമ്പോഴേ നന്നായിട്ട് വരുന്നുള്ളൂ. ആ പോർഷൻ ഇതിലെ ഒരു എക്സ്റ്റെൻഡഡ് പോലെ അവസാനം കയറ്റിയപ്പോൾ പാട്ട് മുഴുവൻ കത്തിച്ച ഫീലാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. നല്ലൊരു പാട്ടും ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പം ഈ ഇറങ്ങിയ 4 പാട്ടിൽ കറുപ്പിൽ ഗോഡ് മോഡ്, നങ്ക 4 പേര്, രാത്രാസൻ, കറുപ്പ കൂടവ, ഈ 4 പാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് അല്ലെങ്കിൽ ഫേവറേറ്റ് പാട്ടിൽ ലിസ്റ്റിൽ വരുന്നത് കറുപ്പ കൂടവ എന്ന് പറഞ്ഞ ഈ ഒരു സിംഗിൾ തന്നെയാണ്, ഈ ഒരു പാട്ട് തന്നെയാണ്. കാരണം കിട്ടില്ലനായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇടയിൽ ഈ സായിയുടെ ഒരു ഹമ്മിങ് പോലത്തെ ഒരു മറ്റേ ഇങ്ങനത്തെ കുറച്ച് മ്യൂസിക് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ് പാട്ട് പാടിയ മഹാലിംഗം പുള്ളിയും സൂപ്പറായിട്ട് തന്നെ പാടിയിട്ടുമുണ്ട്. കറുപ്പ് ആ തുടക്കം തന്നെ ആ ഒരു നാടൻ പാട്ട് വൈപ്പിൽ അങ്ങനെ ഒരു നാടൻ വൈപ്പിൽ ഒരു സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആൻഡ് മെയ് 14 സിനിമ വരുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു നല്ലൊരു പടം വരുന്നു എന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ മുഴുവനും. ബട്ട് നമുക്ക് എന്താണ് സിനിമ വരുന്നതെന്ന് മെയ് 14 അറിയാൻ പറ്റും. ഇതിൻ്റെ ഇടയിൽ വേറെ സിനിമകളും വരുന്നുണ്ട്. അപ്പോൾ സൂര്യയ്ക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. കറുപ്പിലൂടെ വരട്ടെ. ആൻഡ് പലരും പല സംസാരങ്ങൾ വരുന്നുണ്ട്. ഇത് കറുപ്പ് ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ, അപ്പം തമിഴ്നാട്ടിൽ ക്ലച്ച് പിടിക്കുകയായിരിക്കും, കേരളയിൽ കുറച്ച് പാടുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ സിനിമ ക്ലിക്കാവാനെന്ന്. ബട്ട് കണ്ടന്റ് ഇങ്ങനത്തെ കണ്ടന്റ് ആയിരുന്നാലും അത് നമുക്ക് എടുക്കുന്ന രീതി മേക്കിംഗ് വെച്ച് നമുക്ക് എന്റർടൈനിങ് രീതിയാണെങ്കിൽ നമുക്ക് ക്ലച്ച് പിടിക്കാൻ വലിയ പാടൊന്നുമില്ല, സൂപ്പറായിട്ട് ക്ലച്ച് പിടിക്കും. അപ്പോൾ ക്ലച്ച് പിടിക്കട്ടെ എന്നുള്ള ഒരു ആശംസയിൽ തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും സൂര്യയും തിരിച്ചു വരട്ടെ, സൂര്യയ്ക്ക് ഒരു നല്ലൊരു സിനിമയും വരട്ടെ, തിയേറ്റർ ഹിറ്റും കിട്ടട്ടെ, ആൻഡ് ഓവറോൾ നല്ലൊരു പോസിറ്റീവ് റിവ്യൂ തന്നെ വരട്ടെ. എല്ലായിടത്തും റെസ്റ്റ് ഓഫ് ഇന്ത്യ ആയാലും GCC പുറത്തും അങ്ങനെ എവിടെ ആയിരുന്നാലും ഔട്ട്സൈഡ് ഇന്ത്യ ആയാലും നല്ലൊരു പോസിറ്റീവ് റിവ്യൂ തന്നെ വരട്ടെ. ഇപ്പോൾ വന്ന ഒരു പാട്ട് കറുപ്പ കൂടവാട സായ ഭയങ്കർ കിടിലനായിട്ട് നീ കത്തിച്ചു വെച്ചിട്ടുണ്ട്.